ഞാൻ ഇന്നിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി. പലപ്പോഴും ഈ മനുഷ്യരൊക്കെ നിരാശപ്പെടുന്നത് രണ്ട് കാര്യം ചിന്തിച്ചിട്ടാണ്. ഒന്ന്, അവരെ തന്നെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യും. അയ്യോ, ഞാൻ അവരെപ്പോലല്ലല്ലോ, എനിക്ക് ഇന്ന കഴിവില്ലല്ലോ, എന്നെ കാണാൻ കൊള്ളില്ലല്ലോ, അവരെന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, എനിക്കതൊന്നും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് താരതമ്യം ചെയ്ത് നിരാശപ്പെടും. രണ്ട്, ജീവിതത്തിൽ ചില ഐശ്വര്യങ്ങളും നന്മകളുമൊക്കെ വരാൻ ലേറ്റ് ആകുന്നോ എന്ന് സ്വയം തോന്നിയിട്ട് അയ്യോ, ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ഞാൻ ഒന്ന് നല്ല നിലയിലാകും, എന്നെനിക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകും, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്നൊക്കെ ചിന്തിച്ച്, ഈ രണ്ട് കാര്യങ്ങൾ ചിന്തിച്ച് മിക്കവാറും നമുക്ക് നിരാശപ്പെടുകയും നെഗറ്റീവായി ചിന്തിക്കുകയും ഒക്കെ ചെയ്യും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പക്ഷേ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, നമ്മളെയെല്ലാം സർവശക്തനായ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് വളരെ യുണീക്കായിട്ടാണ്. എന്നെപ്പോലല്ല എൻ്റെ സിസ്റ്റർ, അവളെപ്പോലല്ല എൻ്റെ ഫ്രണ്ട്, ഞങ്ങളെ ആരെയും പോലല്ല എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങളെപ്പോലൊന്നുമല്ല ഞങ്ങളുടെ മക്കൾ. എല്ലാവരും ഭയങ്കര യുണീക്കാണ്. സൗന്ദര്യത്തിലും കഴിവിലും മിടുക്കിലും എല്ലാം അവർക്ക് അവരവരുടേതായ ഭംഗിയേറിയ ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുവാനുണ്ട്. അതുപോലെ സമയം, ദൈവത്തിനൊരു നിശ്ചിത സമയമുണ്ട് ആരെയും അനുഗ്രഹിക്കാൻ, ഉയർത്തുവാൻ, മാനിക്കുവാൻ. ഇവിടെയൊക്കെ നാം നമ്മിൽ സന്തോഷിക്കുകയും ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മയിൽ, കഴിവിൽ, മിടുക്കിൽ ആനന്ദിച്ച് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ദൈവത്തിൻ്റെ സമയത്തിനായി ഒന്ന് കാത്തിരിക്കുകയും ഒക്കെ ചെയ്താൽ ജീവിതത്തിൻ്റെ പകുതി നിരാശയും മാറിപ്പോകും. ഏത് സാഹചര്യത്തിലും നമുക്ക് സന്തോഷിക്കുവാൻ സാധിക്കും.